അവൻ സെഞ്ചുറി അടിച്ചിട്ടുള്ള മാച്ച് ഞാനാണ് അമ്പയർ ചെയ്തത് KCL കഴിഞ്ഞ പോലെ. ഫസ്റ്റ് ബോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫേസ് ചെയ്തത് സഞ്ജു ആയിരുന്നു, ബോൾ ചെയ്തത് ഷമി ആയിരുന്നു, കീപ്പ് ചെയ്തത് ഋഷഭ് പന്ത് ആയിരുന്നു, നോൺ സ്ട്രൈക്കറിലുണ്ടായിരുന്ന ഋതുരാജ് ഗെയ്ക്വാദായിരുന്നു, സ്ലിപ്പിലുണ്ടായിരുന്ന മിച്ചൽ മാഷായിരുന്നു. വലിയൊരു താരണ്ടായിരുന്നു. അത് മാച്ച് കഴിഞ്ഞ് എനിക്ക് വീഡിയോ വന്നപ്പോഴാണ് ഇത്രയും ആൾക്കാരുടെ ഇടയിലായിരുന്നു. സഞ്ജു അപ്പൊ എന്റെ ഇടയിൽ വന്നിട്ട് എന്റെ അടുത്ത് ഫസ്റ്റ് മാച്ചാണോ ഓൺ ഫീൽഡ് എന്ന് ചോദിച്ചു. പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഓക്കെ ഇപ്പൊ എന്റെ കയ്യിൽ വന്നിട്ട് ഇടിച്ചിട്ടാ പോയി. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് പോയി കളിയുടെ ഇടയിൽ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ എല്ലാ സിഗ്നലിയും ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷെ സിക്സ് കൊടുക്കുന്നത് കുറച്ച് ചെരിഞ്ഞിട്ട് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ലൈവ് മാച്ച് ചെയ്യുമ്പോൾ അവരുടെ ക്യാമറയിൽ ഫുൾ എന്റെ ഫിഗർ കിട്ടുന്നില്ല. അപ്പൊ അവരൊന്ന് പറഞ്ഞു ചെരിഞ്ഞിട്ട് ഒന്ന് സിക്സ് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാമറ ആംഗിളിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഫോക്കസ് ഔട്ട് ഫോക്കസ് ഇന്നൊക്കെ ചെയ്ത് കുറച്ച് കഷ്ടപ്പെടുന്നു പറയും ലോക്കൽ മാച്ച്. അപ്പൊ അങ്ങനെ ചെയ്ത് അത് ചെരിവ് വന്നിട്ടുണ്ട്. കോഹ്ലിക്ക് 38 വയസ്സായി. കോഹ്ലിയുടെ അടുത്ത് പറയാൻ പറ്റുമോ ഒന്ന് റിട്ടയർ എന്ന് പറയാൻ പറ്റും? ഇപ്പോഴും റൺ ഗട്ടറിൽ ഏറ്റവും അടുത്ത് പോയിട്ട് അടുത്ത കൊല്ലം റിട്ടയർ ചെയ്തിട്ട് പോരാ, കളി പോരാന്ന് നമുക്ക് പറയാൻ പറ്റും. ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. ആര് പറയും? 43-ാമത്തെ വയസ്സിൽ കളിച്ചിട്ടുള്ള പ്രവീൺ താംബെ എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമായിരുന്നു. 43 വയസ്സെല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാള് അവിടെ വന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നു. അങ്ങനെ ഒരു അത്ഭുതം തന്നെയാണ് ഈ 15 വയസ്സിൽ പ്ലെയർ ഓഫ് ദി സീരീസ് അല്ലെങ്കിൽ ഹയർ റൺ ഗട്ടർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലിയുടെ പകുതി വയസ്സ് പോലും അല്ല, അതിനേക്കാളും താഴെ. സ്ട്രാറ്റജി ടൈം ഔട്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഹാർദിക്ക് ബാറ്റ് കറക്കി നിൽക്കണ വെറുതെ ഒന്ന് കറക്കാൻ ശ്രമിച്ചപ്പോൾ ബാറ്റ് താഴെ വീണു, സ്റ്റംപ്സ് ബെയിൽസ് ഒക്കെ വീണു. അപ്പൊ ഞാനാണ് സ്ട്രോക്ക് ഹയറിലേക്ക് നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞാനത് ക്ലിയർ ചെയ്യാൻ പോയപ്പോൾ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെറുതെ സമയം കളയാൻ വേണ്ടി ചെയ്താ, തമാശക്ക് പറയുന്നതാ. അപ്പൊ ഞാൻ തമാശക്ക് തിരിച്ചു പറയാം, പക്ഷേ സമയം കളയണതിന് ഞങ്ങൾ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം എന്ന് പറയും. അയ്യോ അത് വേണ്ട, ഞാൻ തമാശക്ക് പറയാം. അങ്ങനെ ഒരു തമാശ നടന്ന സംഭാഷണങ്ങൾ അവിടെ നടന്നു. അനന്തൻ പത്മനാഭന് ശേഷം വീണ്ടും ഒരു മലയാളി അമ്പയർ ഒരു BCC പാനലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ താരങ്ങളെ ഒരുപാട് നമ്മൾ വളർത്തി വരാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ഉയർന്നു വരാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെത്തിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കരിയർ, ഒരു പാനൽ എന്നൊക്കെ പറയാം നമുക്ക് അമ്പയറിംഗ് എന്ന് പറഞ്ഞത്. നമുക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എടുത്ത് പറയാൻ അനന്ത പത്മനാഭൻ്റെ പേര് നമ്മൾ പലപ്പോഴായി പറയാറുണ്ട്. ഇതാ വീണ്ടും ഒരു അടുത്ത പേരൂടെ വന്നിരിക്കുകയാണ്, ടോണി ഇമ്മട്ടി. ശരിക്കും ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കരിയർ ഈ അമ്പയർ ആവണമെന്ന് വിചാരിച്ചിട്ട് കരിയർ ചൂസ് ചെയ്തതല്ല. നമ്മൾ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാ ഇന്ത്യക്കാരെയും പോലെ തന്നെ ചെറുപ്പം ഇന്ത്യക്കാരെ പോലെ തന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കണം, സച്ചിൻ്റെ ഒപ്പം കളിക്കണം, ഗാംഗുലിയുടെ ഒപ്പം കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അന്ന് ചെറുപ്പത്തിൽ നമ്മൾ അവരുടെ മാച്ചാണ് കൂടുതൽ കണ്ടിരുന്നത്. അപ്പോൾ അന്ന് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നമ്മൾ നടക്കുമായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റീസോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടല്ല ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഒരു എഡ്യൂക്കേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, ക്രിക്കറ്റ് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ 18-ാമത്തെ വയസ്സിലാണ്, 17 to 18-ാമത്തെ വയസ്സ് +2 കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി ആ പ്രായത്തിൽ നമ്മൾ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇന്ത്യൻ പ്ലെയർ ആവുക എന്നുള്ളത് വളരെ ദുർഘടമാണ്. വിദൂര സാധ്യത എന്ന് പറഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഒരു 8 വയസ്സുകാരൻ തന്നെ തുടങ്ങുമ്പോൾ 0.0000 ഒരു പെർസെൻറ്റേജ് ഉണ്ട്, 6% മാത്രമേ സാധ്യതയുള്ളൂ. നമ്മൾ 18 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയലൈസ് ചെയ്തു. അപ്പൊ അന്ന് കോച്ചിന്റെ അടുത്ത് പറഞ്ഞു, സതീഷ് പിള്ള സാറായിരുന്നു കോച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എങ്ങനെ നമുക്ക് വരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തമാശയിൽ പറഞ്ഞു നമുക്ക് പന്ത് പറക്കാൻ പോവാം ഇന്റർനാഷണൽ മാച്ച് നടക്കുമ്പോൾ. പക്ഷെ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി പന്ത് പറക്കണമെങ്കിലും ഒരു സ്റ്റേറ്റ് പ്ലെയർ മിനിമം ആവണം, ഒരു Under-14 സ്റ്റേറ്റിൽ കളിക്കണം എന്നുള്ളത്. അപ്പോൾ അത് തമാശക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചു സാറിൻ്റെ അടുത്ത്, ഇമോഷണലി സീരിയസ് ആയിട്ട് ചോദിച്ചു, എനിക്കിങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ ഇവരൊക്കെ ഒന്ന് കാണണം, അങ്ങനെയാണ് എനിക്ക് സ്കോറർ ആവാം, അമ്പയർ ആവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ അമ്പയർ എന്നുള്ളൊരു സാധനം നമുക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ സാറിൻ്റെ ചോദിച്ചു, അങ്ങനെ അമ്പയർ ആവാൻ പറ്റുമോ? നമുക്ക് പ്ലേയേഴ്സ് ആയിട്ടല്ല അമ്പയർ ആവാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല, അമ്പയർ ആവാം, കളിക്കണം എന്നില്ല, വലിയ ഹയർ ലെവലിൽ കളിക്കണം എന്നില്ല, ചെറുപ്പക്കാർക്കും ആവാം. അപ്പോഴാണ് ഈ സൈമൺ ടഫലൊക്കെ വന്ന് അമ്പയർ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. 2003, 2004, 2005 കാലഘട്ടങ്ങളിൽ ബെസ്റ്റ് അമ്പയർ അവാർഡൊക്കെ വാങ്ങിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. അന്ന് മുതലാണ് സൈമൺ ടഫലിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഒരു മാച്ച് സാറിൻ്റെ കൂടെ അമ്പയർ ചെയ്തു. സാറ് പറഞ്ഞു ഇത് അടിപൊളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു മറ്റേത് കളിയാക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞു? അല്ലല്ല, ഇത് അടിപൊളിയാണ്, ഞാൻ അമ്പയറിംഗിൽ ഫോക്കസ് ചെയ്തോ, നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ പിന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് മാറി. നമ്മൾ 18 വയസ്സിൽ തന്നെ മാച്ചസ് സ്റ്റാർട്ട് ചെയ്തു അമ്പയർ ചെയ്യാൻ വേണ്ടി. ഈ ഡെബ്യൂട്ട് IPL കാരണം അത് അത്ര ഗ്ലാമറസ് ആണ്. ഇപ്പോൾ നമ്മൾ രഞ്ജി ട്രോഫി അമ്പയർ ആകുമ്പോഴും അല്ലെങ്കിൽ ലോക്കൽ മാച്ചൊക്കെ നിൽക്കുമ്പോഴും IPL ഒരു അമ്പയർഷിപ്പ് എന്ന് പറയുന്നത്
അതൊരു വേറൊരു തലത്തിലാണ് ആളുകൾ നോക്കി കാണുകയും, കാരണം അതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതുകൊണ്ട്, ഞാൻ മത്സര ഇനത്തിലല്ല പറയുന്നത്, അപ്പോൾ കാരണം ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഉൾപ്പെടെ മത്സരിക്കുന്ന, അങ്ങനെ ആദ്യമായിട്ട് CSK LSK മത്സരത്തിലാണ് ഫീൽഡ് അമ്പയർ ആയിട്ട് ഇറങ്ങിയത്. ആ ഒരു മൊമെന്റ്, ആ ഒരു മാച്ച് എങ്ങനെ ഓർക്കുന്നു ഈ ഒരു അവസരത്തിൽ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ BCCI അമ്പയർ ആയതിനു ശേഷം എനിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. ആ ഒരു മാച്ചിന്റെ ടിക്കറ്റ് കിട്ടുമോ, ഇത്രയാണ് ടിക്കറ്റിന്റെ പ്രൈസ്, ഭയങ്കര പ്രത്യേകിച്ച് ചെന്നൈയുടെ ബാംഗ്ലൂരിന്റെ മാച്ചൊക്കെ. അപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ മാച്ചിന്. കാണികൾക്ക് പോലും ഗാലറിയിൽ പോയിട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, TV-യിൽ കാണാൻ നമുക്ക് എന്തെങ്കിലും. അപ്പൊ അങ്ങനെയുള്ളൊരു മാച്ച് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി സ്റ്റമ്പിന്റെ പിറകിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അമ്പയർ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ, നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട്, പുറത്തത്തെ ഒരാളുടെ ഒരു ഇതനുസരിച്ചിട്ട് വലിയൊരു അച്ചീവ്മെന്റ്. നമ്മളുടെ ഇത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ടോപ്പിൽ വരുന്ന അമ്പയേഴ്സ് ആണ് IPL ചെയ്യുന്നത്. അപ്പൊ നമുക്ക് IPL നമുക്കൊരു ഒരു ഓപ്പണിംഗ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാകുന്നുണ്ട്. നമുക്കും അതുകൊണ്ടൊരു സെൽഫ് കോൺഫിഡൻസ് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു മാച്ചിനെ കുറിച്ച് എങ്ങനെ ഓർക്കുന്നു അന്നത്തെ മാച്ച്? ഞാൻ 3 മാച്ച് ഫോർത്ത് അമ്പയർ ചെയ്തിട്ടാണ്. അല്ല, TV അമ്പയർ തേർഡ് അമ്പയർ ആണ്. ഫോർത്ത് അമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് മാനേജ് ചെയ്യാൻ, അതുപോലെ ഇമ്പാക്ട് പ്ലെയറുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും, ബൗണ്ടറിയുടെ തൊട്ട് അപ്പുറത്ത് നിൽക്കുന്ന അമ്പയർ ആണ് ഫോർത്ത് അമ്പയർ. അവരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്, കോച്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ ഗ്രീവൻസ് എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫോർത്ത് അമ്പയർ ആണ്. ഓൺ ഫീൽഡ് അമ്പയേഴ്സ് ഡിസിഷൻ മേക്ക് ചെയ്യണോ, ഓൺ ഫീൽഡിൽ വരുന്ന കാര്യങ്ങൾ എടുക്കണം. TV അമ്പയർ TVയിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് എത്ര ടൈം കയറി ഇരിക്കുന്നു പറയും, അതൊക്കെ TV അമ്പയർ. ഫോർത്ത് അമ്പയറിന്റെ കാര്യം ഇതൊക്കെ, എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കയറി, എത്ര ടൈം എടുക്കും, അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക്, എപ്പോൾ തിരിച്ചിറങ്ങും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യാറ്. അതുപോലെ ഇമ്പാക്ട് പ്ലെയർ, അതുപോലെ തന്നെ ടൈം ഔട്ട്, ഡഗ് ഔട്ട് എന്നായിരിക്കും റിക്വസ്റ്റ് വരിക ടൈം ഔട്ടിന്. അപ്പൊ അത് നമ്മൾ ഓൺ ഫീൽഡ് അമ്പയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫീൽഡിംഗ് ക്യാപ്റ്റനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ അവിടെ ബാറ്റിംഗ് സൈഡിൽ നിന്ന് ടൈം ഔട്ട് വരികയാണെങ്കിൽ നമ്മളത് ഡഗ് ഔട്ടിൽ ഇൻഫോം ചെയ്യണം. അപ്പൊ ഇതാണ് ഫോർത്ത് അമ്പയറിന്റെ ഡ്യൂട്ടീസ്. അപ്പൊ ആ ഫോർത്ത് അമ്പയർ ഞാൻ ഓൾറെഡി 3 മാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ ഫീൽഡുമായിട്ടും അതിന്റെ ആംബിയൻസുമായിട്ടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഓൺ ഫീൽഡാണ് വരുന്നത്. ഓൺ ഫീൽഡ് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തായാലും ഒരു ഡെബ്യൂ മാച്ചാണ്. അപ്പോൾ നമ്മൾ ഓൺ ഫീൽഡ് അടുത്ത് നിന്ന് നമ്മൾ ഡിസിഷൻ കൊടുക്കണം, മാച്ച് മാനേജ് ചെയ്യണം, പ്ലെയേഴ്സിനെ മാനേജ് ചെയ്യണം. പിന്നെ നമുക്ക് തന്നിട്ടുള്ളൊരു, ഞാൻ മാത്രമാണ് ഈ കൊല്ലം ഡെബ്യൂ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ എല്ലാ അമ്പയേഴ്സും കഴിഞ്ഞ കൊല്ലം, അതിന് 2-3 കൊല്ലം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് IPL ചെയ്യുന്ന അമ്പയേഴ്സാണ്. ഞാൻ മാത്രമാണ് ഈ കൊല്ലം ഡെബ്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫെറ്റർനിറ്റിയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് എന്നെ നോക്കുന്നുള്ളൊരു നമ്മളുടെ ഉള്ളിൽ ഒരു തോട്ട് ഉള്ള കാരണം നമുക്ക് ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ബോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫേസ് ചെയ്തത് സഞ്ജു ആയിരുന്നു, ബോൾ ചെയ്തത് ഷമി ആയിരുന്നു, കീപ്പ് ചെയ്തത് ഋഷഭ് പന്ത് ആയിരുന്നു, നോൺ സ്ട്രൈക്കറിലുണ്ടായിരുന്ന ഋതുരാജ് ഗെയ്ക്വാദ് ആയിരുന്നു, സ്ലിപ്പിലുണ്ടായിരുന്ന മിച്ചൽ മാഷായിരുന്നു. വലിയൊരു താരണ്ടായിരുന്നു. അത് മാച്ച് കഴിഞ്ഞ് എനിക്ക് വീഡിയോ വന്നപ്പോഴാണ് ഇത്രയും ആൾക്കാരുടെ ഇടയിലായിരുന്നു. സഞ്ജുവിനെ ഓക്കെ, നമുക്ക് ഷെമി ഓക്കെ, നമ്മൾ രണ്ടുപേരും ഗാർഡ് കൊടുക്കുമ്പോൾ സഞ്ജു, അതുപോലെ തന്നെ അവരുടെ ഏതാണ് ഗാർഡിൽ ബോൾ ചെയ്യുന്നുള്ളത് ഷമിയായിട്ട് സംസാരിക്കാൻ നമുക്ക് രണ്ടു. പക്ഷെ ബാക്കിയുള്ള ഇത്രയും വലിയൊരു ഇത് ആ വീഡിയോ വന്നപ്പോഴാണ്, ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു തന്നപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇതേ ഇങ്ങനെ ഓരോരുത്തരെ അവൻ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, അയ്യോ ഇത്രയും ആൾക്കാരുടെ ഇടയിലായിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് ബോൾ കഴിഞ്ഞതോടുകൂടി നമ്മൾ നോർമൽ ഈ 2600 മാച്ചിന്റെ കാര്യം പറഞ്ഞ ആ ഒരു ഇതിലേക്ക് മൂഡിലേക്ക് വന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിച്ചിരുന്നു, ഞാൻ ചെയ്യുന്നത് IPL ആണ്, കുറച്ചുകൂടി സീരിയസ് ആവണം, കൂളായിട്ട് നിൽക്കാൻ പാടില്ല. പക്ഷെ ഞാനിത് അമ്പയർസ് കോച്ചൊക്കെ സംസാരിച്ചപ്പോൾ നീ വളരെ നന്നായിട്ട് ചെയ്തു, അതുകൊണ്ടാണ് നിനക്ക് കൂൾ മൈൻഡ് ഉണ്ടായിരുന്നത്, നീ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാരണം തന്നെയാണ് എനിക്ക് ഒരു BCCI തന്നതും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നന്നായിട്ട് കാണാമായിരുന്നു, നല്ല കോൺഫിഡൻസ്. സാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ മാച്ചും ഇനി റിവ്യൂ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ആ പാനൽ എടുത്ത് വെച്ച് നോക്കും നിങ്ങളുടെ ഓരോ മേക്കിംഗ് ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ടോട്ടൽ ഒരു സെൽഫ് ഇവാലുവേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ മാച്ച്? ഒരു കാര്യം എനിക്ക് സ്വയം തോന്നിയത്, എനിക്കൊരു ഡെബ്യൂ മാച്ചായിട്ട്, ഒരു ഡെബ്യൂ സീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ആസ് എ അമ്പയർ നമ്മൾ കുറെ കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആസ് എ അമ്പയർ, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസവും നമുക്ക് എക്സ്പീരിയൻസ് തരുന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടും ചെയ്ത് നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു മൈൻഡോട് കൂടി നിന്നാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. നമ്മളെല്ലാം തികഞ്ഞു നിന്ന് കഴിഞ്ഞാൽ തരും. അപ്പോൾ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു IPL എന്ന് പറഞ്ഞ ഒരു ഇതിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, എങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണം, മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഐഡിയാസ് നമുക്ക് കിട്ടി. പക്ഷെ നമുക്കൊരു ആസ് എ ഡെബ്യൂട്ടന്റ് നമ്മൾ നന്നായിട്ട് ചെയ്തു, നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്തു. കുറെ പേർക്ക് അത് മനസ്സിലായിട്ടില്ല ഡെബ്യൂട്ടന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ അമ്പയർ സാം ഉണ്ടായിരുന്നു.
അപ്പൊ അദ്ദേഹം ഞാൻ 4th umpire ആയിരുന്നു. അദ്ദേഹം ഈ മാച്ച് കഴിഞ്ഞ ഡീബ്രീഫിങ്ങിന്റെ ഇടയിൽ പറഞ്ഞു ടോണി നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തു. ഡെബ്യൂ മാച്ച് ആയിരുന്നു ആസ് എ 4th umpire. അപ്പൊ അദ്ദേഹം ഷോക്ക്ഡ് ആയി. എന്ന് പറഞ്ഞാൽ ഡെബ്യൂ സീസൺ ആണെന്നറിയാം, പക്ഷെ ഇതാണ് ഫസ്റ്റ് ഡെബ്യൂ മാച്ച് എന്ന് എനിക്ക് അറിയേണ്ടത്. അങ്ങനത്തെ ഒരു ബിഹേവിയർ അല്ല ടോണിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ തന്നു. അപ്പൊ അത് നമുക്കൊരു അതുപോലെ ഓൺ ഫീൽഡ് കഴിഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞത് നല്ല രീതിയിലാണ്. പിന്നെ സഞ്ജു മാത്രമാണ് അതിൽ റിയലൈസ് ചെയ്ത് ഞാൻ ആദ്യത്തെ മാച്ചാണ് ചെയ്യുന്നത്. സഞ്ജു അപ്പൊ എൻ്റെ ഇടയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് മാച്ചാണ് ഓൺ ഫീൽഡ് എന്ന് ചോദിച്ചു. പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഓക്കെ കാരണം കണ്ടിട്ടില്ല, സഞ്ജു കണ്ടിട്ടില്ല. പിന്നെ സഞ്ജുവിനെ പേഴ്സണലി അറിയാം, ഓൺ ഫീൽഡ് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ വന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കയ്യിൽ വന്നിട്ട് ഇടിച്ചിട്ടാ പോയി. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് പോയി കളിയുടെ ഇടയിൽ. അവിടെ ഇത്രയും ഇവരുടെയൊക്കെ പറയുമ്പോഴും നമ്മൾ മലയാളികൾ ചോദിക്കുന്നത് സഞ്ജുവിന്റെ കാര്യമാണ്, സഞ്ജുവിനെ കുറിച്ച് അറിയാനാണ്. സഞ്ജു അന്ന് ആശംസ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ നേരത്തെ പരിചയമുണ്ട്. സഞ്ജുവായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സഞ്ജുവിനെ എങ്ങനെയാണ്, സഞ്ജുവിന്റെ പ്രത്യേകിച്ച് CSK പോലുള്ള ഒരു വലിയ ടീമായിട്ടുള്ള അസോസിയേഷൻ നോക്കി കാണുന്നത്? സഞ്ജു 14ാമത്തെ വയസ്സ് തൊട്ട് കളിക്കുമ്പോൾ ഞാൻ അമ്പയർ ചെയ്തിട്ടുണ്ട്. സഞ്ജു ഇവിടെ തൃശ്ശൂർ വന്ന് കളിച്ചിട്ടുണ്ട്, ചെറിയൊരു ഗ്രൗണ്ടിൽ വന്ന് കളിച്ചപ്പോൾ അന്നാണ് ഞാൻ സഞ്ജുവിനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സഞ്ജു വന്ന് കളിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് സഞ്ജു വളരെ ചെറുപ്പത്തിൽ തന്നെ ലീഗൊക്കെ കളിച്ച് SBTക്കെതിരെ അല്ലെങ്കിൽ SBTക്ക് വേണ്ടി ലീഗൊക്കെ കളിച്ച് സെഞ്ചുറി ഒക്കെ അടിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് സെഞ്ചുറി അടിക്കുന്നു. അപ്പോൾ ഞാൻ സഞ്ജുവിനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ അന്ന് നമ്മളുടെ എന്താ പറയുക ഓൺലൈൻ സ്കോറിങ്ങിൻ്റെ ഒരു ആപ്പൊക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. നമ്മുടെ സുധീറിൽ ചേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ആർക്കീവ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്കോർ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ മാച്ചിലും സെഞ്ചുറി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് നമുക്ക് തോന്നി എന്തോ ഒരു സംതിങ് ഫയർ ഉണ്ട് ഉള്ളിൽ, എന്തായാലും ഹയർ ലെവലിലേക്ക് പോകും. അത് അവൻ പ്രൂവും ചെയ്തു. വല്ലപ്പോഴും അടിക്കുന്ന സെഞ്ചുറി കൺസിസ്റ്റൻ്റ് അടിക്കുന്ന സെഞ്ചുറി തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സെഞ്ചുറി അടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പാട് തന്നെയാണ്, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അടിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ ചേട്ടന്മാരുടെ കൂടെ അടിക്കാന്ന് പറയും. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്. അന്ന് നമ്മൾ അമ്പയർ ചെയ്യും, പിന്നെ പ്രാക്ടീസ് മാച്ച് നടക്കുമ്പോൾ അവിടെ പോയി അമ്പയർ ചെയ്യും. അപ്പം അന്നൊക്കെ നമ്മളുടെ അടുത്ത് പറയാം പ്രോ അമ്പയർ വന്നു നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അമ്പയർ ചെയ്യാൻ ചെല്ലുമ്പോൾ അങ്ങനെ പറയാം പ്രോ അമ്പയർ വന്നു നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, നമ്മൾ വെറുതെ നിന്നാൽ പോരാന്നൊക്കെ പറയും. പക്ഷെ മാച്ചിൽ ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ആളാണ്. അവിടെ ടോണിയാണോ അനന്തേട്ടനാണോ, അനന്തേട്ടൻ പോലും സമ്മതിക്കാം വേറെ ആൾ അങ്ങനെ ഒന്നും നോക്കില്ല. അവൻ്റെതായ ഒരു അഗ്രസീവ് മൂഡിൽ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മൂഡിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ KCL മാച്ച് ചെയ്തു. അവൻ സെഞ്ചുറി അടിച്ചിട്ടുള്ള മാച്ച് ഞാനാണ് അമ്പയർ ചെയ്തത് KCL കഴിഞ്ഞ കൊല്ലം. നല്ലൊരു മാച്ച് ആയിരുന്നു. സച്ചിൻ ബേബി ടീം 230 അടിക്കും. സച്ചിൻ ബേബി സെഞ്ചുറി അടിച്ചില്ല, 94 ഔട്ടായിരുന്നു. തിരിച്ച് ബ്ലൂ ടൈഗേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തിരിച്ച് 230 ആ റേഞ്ചിൽ റൺസ് തോന്നുന്നു. നല്ലൊരു മാച്ചായിരുന്നു. ഞായറാഴ്ച ഇരുന്ന മാച്ച്, ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്ന മാച്ചായിരുന്നു. ഈ ആസ് ഒരു ഓപ്പണിംഗ് ബാറ്റ്മാൻ ഈ പറഞ്ഞ പോലെ സഞ്ജുവിന് ടെസ്റ്റും ODയൊക്കെ ഉള്ള ഒരു സാധ്യത ഇനിയുണ്ടോ ഫ്യൂച്ചർ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ ശരിക്കും? നമുക്കിപ്പോൾ ഇപ്പോൾ ഈ IPL വന്നതോട് കൂടിയിട്ട് ഒരു ഏജ് കാറ്റഗറി വെച്ചിട്ട് ഒരു പ്ലെയറെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഈ ഏജ് കഴിഞ്ഞാൽ അവൻ കഴിഞ്ഞു, അവൻ്റെ സമയം കഴിഞ്ഞു. ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 35 വയസ്സ് വരെ നല്ല ടൈമാണ്. പ്രത്യേകിച്ച് ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ. ഇപ്പം കോഹ്ലിക്ക് 38 വയസ്സായി. കോഹ്ലിയുടെ അടുത്ത് പറയാൻ പറ്റുമോ ഒന്ന് റിട്ടയർ ചെയ്യുന്നു പറയാൻ പറ്റും? ഇപ്പോഴും റൺ ഗട്ടറിൽ ഏറ്റവും ഓറഞ്ച് ക്യാപ്പിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് അടുത്ത് പോയിട്ട് അടുത്ത കൊല്ലം റിട്ടയർ ചെയ്തിട്ട് പോരാ, കളി പോരാന്ന് നമുക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. ആര് പറയും? പറയാൻ പറ്റുന്ന ആരുമില്ല. സച്ചിന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ 38 40 42 ധോണി കളിക്കുന്നത് 42 വയസ്സിലും ബെസ്റ്റ് ഫിനിഷർ എന്നുള്ള ഒരു രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഇപ്പോഴും കളിക്കും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിട്ട് CSK ടീം നിന്നിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഫാൻസ് ചെറിയൊരു ഇഞ്ചുറി. പക്ഷെ ഞാൻ പറഞ്ഞ അപ്പൊ പ്രായമല്ല, നമ്മുടെ ഫിറ്റ്നസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഒരു 40-40 വയസ്സ് വരെയൊക്കെ കളിക്കാം. ആ ലെവലിൽ കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് കളിക്കാം, അതുപോലെ തന്നെ വൺ ഡേ കളിക്കാം, 2020 കളിക്കാം. അപ്പൊ അതിന് ഫ്യൂച്ചർ ഉണ്ട്. ഈ ശരിക്കും ഇങ്ങനെ ഒരു മൊമെന്റ് ഇപ്പോൾ നമ്മളൊരു അമ്പയർ ആയിട്ട് നിൽക്കും, ചില സമയത്ത് നമ്മളായി മാറുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും, പോകാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഈ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ അവരുടെ ചില റിയാക്ഷൻസ് വരുമ്പോൾ അവരും മനുഷ്യനെ പോലെ അവരുടെ തനിനിറം പുറത്തേക്ക് വരികയെന്നൊക്കെ പറയുമല്ലോ. കുറെയൊക്കെ നമ്മൾ ആക്ട് ചെയ്യാൻ ശ്രമിക്കെങ്കിലും ആ തനിനിറം പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെയും തനിനിറങ്ങൾ പുറത്തേക്ക് വരും. അതാണ് ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ മാച്ച് മാനേജ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ, പ്ലെയറെ മാനേജ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം വളരെ ഫോർമലായിട്ട് സംസാരിക്കും. പിന്നീട് ചിലപ്പോൾ പക്ഷെ അതിന് നമ്മൾ ട്രെയിൻഡ് ആണ്. പക്ഷെ അങ്ങനത്തെ സന്ദർഭങ്ങൾ എൻ്റെ ലൈഫിൽ ഈ ലോക്കൽ മാച്ചസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ വന്നിട്ടുള്ളത്. കാരണം എടാബോട വിളിയൊക്കെ വരുമ്പോൾ അറിയുന്ന പ്ലേയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു ലെവലിൽ നമ്മളിത്. പക്ഷെ ഒരു ഹയർ ലെവലിലൊക്കെ മാച്ചിൽ നമ്മൾ ട്രെയിൻഡ് ആണ്. നമ്മൾ എങ്ങനെ സംസാരിക്കണം, മേത്ത് ടച്ച് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല,
വളരെ കാമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അവർ വളരെ റേസ്ഡ് ആയിട്ട് സംസാരിച്ചാൽ നമ്മൾ കാമായിട്ട് സംസാരിക്കണം. പക്ഷെ നമ്മൾ കാര്യങ്ങൾ അപ്ലൈ ചെയ്യും വേണം, ഇംപ്ലിമെന്റ് ചെയ്യും വേണം, നടത്തിയെടുക്കും വേണം. അപ്പൊ അതൊരു നല്ലൊരു സ്കില്ലാണ്. കുറെ പേര് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള അമ്പേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ട്രെയിൻഡ് ആണ്. ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ഈ നമ്മൾ അപ്പീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ ബോഡി ലാംഗ്വേജിലുണ്ടല്ലോ, ഇപ്പൊ 6, 4 എന്ന് ചില അമ്പയർ അവരുടേതായ സ്റ്റൈലിലാണ് കാണിക്കുന്നത്, സിഗ്നൽ ചെയ്യുന്നത്. ചിലർ ഇങ്ങനെ കാണിക്കുന്നത്, പല രീതിയിൽ കാണിക്കുന്നവരുണ്ട്. ചിലർ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്നവർ, ചിലർ ഇങ്ങനെ കാണിക്കും. അപ്പൊ അതിന് കൃത്യമായ ഒരു ലാംഗ്വേജ് ഇല്ലേ ശരിക്കും? കൃത്യമായിട്ട് നമ്മുടെ ലോല് പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോ ഔട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇൻഡെക്സ് ഫിംഗർ ആയിരിക്കണം, എബോവ് ഹെഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഇൻഡെക്സ് ഫിംഗർ എങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബില്ലി ബോർഡിന് ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ലെഫ്റ്റ് കൈ കൊണ്ട് കാണിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. പിന്നെ എല്ലാവർക്കും അവരുടെ സ്റ്റൈൽ ഉണ്ടാവില്ല. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കുമല്ലോ. ചിലർ സ്റ്റൈലിന് വേണ്ടി ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും മാച്ച് അമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ബാക്കിയുള്ളവർക്ക്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, നമ്മളൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പയർ ചെയ്യുകയാണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് തോന്നാതെ അമ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കളിയുടെ ഭാഗമായി അങ്ങ് പോകണം. അതെ, കളിയുടെ ഭാഗമായിട്ട് പോകണം. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ എല്ലാ സിഗ്നലിംഗും ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷെ 6 കൊടുക്കുന്നത് കുറച്ച് ചെരിഞ്ഞിട്ട് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ലൈവ് മാച്ച് ചെയ്യുമ്പോൾ അവരുടെ ക്യാമറയിൽ ഫുൾ എൻ്റെ ഫിഗർ കിട്ടുന്നില്ല. അപ്പൊ അവരൊന്ന് പറയുമ്പോൾ ചെരിഞ്ഞിട്ട് ഒന്ന് 6 കൊടുക്കുകയാണെങ്കിൽ ആ ക്യാമറ ആംഗിളിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഫോക്കസ് ഔട്ട്, ഫോക്കസ് ഇന്നൊക്കെ ചെയ്ത് കുറച്ച് കഷ്ടപ്പെടുന്നു പറയും ലോക്കൽ മാച്ച്. അപ്പൊ അങ്ങനെ ചെയ്ത് ആ ചെരിവ് വന്നിട്ടുണ്ട്. ചില സമയത്ത് കൂടും, ചില സമയത്ത് സ്ട്രൈറ്റ് ആയിട്ട്. IPL ഒന്നും അതിന്റെ ആവശ്യം വരുന്നില്ല. IPL അങ്ങനെ ആവശ്യം. എന്നാലും എന്റെ മൊത്തം ഫിഗറിന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചെരിവ് ഫീൽ ചെയ്യാം. ഒരു ഫാൽ ഗോപുരം നിൽക്കുന്ന പോലത്തെ ഒരു ചെരിവ് ഫീൽ ചെയ്യാം. അത് മാത്രമാണ് എനിക്കൊരു ഇത് തോന്നിയിട്ട്. പക്ഷെ അതങ്ങനെ ചെരിഞ്ഞു പോയി. നമ്മളത് ഇനി അത് നമ്മള് മാറ്റാൻ ശ്രമിച്ചാലും അത് ചിലപ്പോൾ തോന്നുന്നില്ല. കോൺഷ്യസ് വരുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ സിഗ്നലിംഗ് ആണ് എല്ലാം. ഈ വേറൊരു രസകര സംഭവം തോന്നി, ഈ അമ്പയറിന്റെ തൊപ്പിയിലുള്ള ക്യാമറ. അത് IPL-ലും ഇപ്പം മറ്റ് ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും അതൊരു ബുദ്ധിമുട്ടാണോ ശരിക്കും? എനിക്ക് ഫസ്റ്റ് മാച്ചിന് ഓൺ ഫീൽഡ് മാച്ചിൽ എനിക്ക് വെച്ച് നിൽക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ട്. അതിന്റെ വേറെ ബെൽറ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണ്ടേ. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് സിസ്റ്റം, ടെക്നിക്കൽ സിസ്റ്റം അത്രയും വലിയ വെയിറ്റ് ഉള്ള വെയിറ്റ് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിൽ ഓൾറെഡി നമുക്ക് കോംസ് വരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള കോംസ് വരുന്നുണ്ട്. അതെല്ലാം റെക്കോർഡറാണ്. അപ്പോൾ 4th അമ്പയർ ആയിട്ട്, TV അമ്പയർ ആയിട്ട്, ഓൺ ഫീൽഡ് അമ്പയേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കോംസിലൂടെയാണ്. അപ്പൊ ഈ കോംസിന് തന്നെ നമുക്ക് ഓൾറെഡി 2 ഇതും അതൊക്കെ വെച്ച് മൈക്ക് 2 പൗച്ച് ഉണ്ട്, മൈക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇയർ പ്ലഗ് വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്, 2ന്റെയും വയർ പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഈ ക്യാമറയിൽ ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഫസ്റ്റ് മാച്ചിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി, മൂത്രമൊഴിക്കാം. കണക്ട് എങ്ങനെ മൂത്രമൊഴിക്കാം. അപ്പോഴാണ് എൻ്റെ ഉല്ലാസ് ഗന്ധെ, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അമ്പയർ. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തരുന്ന പാന്റ് അദ്ദേഹം ഫസ്റ്റ് തന്നെ സിബ് വയ്ക്കും. അതിന് നമ്മള് നോർമൽ ലോവറിന് സിബ് ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം സിബ് വയ്ക്കും. അപ്പൊ അദ്ദേഹം പറയും എന്റെ എക്സ്പീരിയൻസ് ആണിത്, ഞാൻ സിബ് വയ്ക്കും. അപ്പൊ എങ്ങനെയൊക്കെയോ ഞാനത് ജസ്റ്റ് ഇറങ്ങണേക്കാളും മുന്നേ ഫിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് ടോയ്ലറ്റ് വാഷ്റൂമിൽ പോയി എങ്ങനെയൊക്കെയോ യൂറിൻ പാസ് ചെയ്തു. നമ്മള് കളത്തിൽ ഇറങ്ങുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് നമുക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ. പിന്നെ ഇറങ്ങിയതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, ക്യാമറ ഉള്ളതൊന്നും നമ്മൾ ഫീൽ ചെയ്തിരുന്നില്ല. ഈ നമ്മുടെ IPL കളിച്ചപ്പോൾ ഒരു ഏറ്റവും ക്രൂഷ്യലായ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? ഒരു ഗെയിം മൊമെന്റ് IPL 4th അമ്പയർ ആയിട്ട് നല്ല മൊമെന്റ്സുകൾ പറയണ്ടായിരുന്നു. ഓൺ ഫീൽഡിലെ മൊമെന്റ്സ് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാം നല്ല മാച്ചായിരുന്നു. ഓൺ ഫീൽഡിലെ മൊമെന്റ്സ് ഹാർദിക് പാണ്ഡ്യ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സുകളായിരുന്നു. അത് TV-യിൽ കണ്ടില്ല. ഹാർദിക് പാണ്ഡ്യ കാരണം അവർ ബോള് ബൗൺസ് ചെയ്തിട്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്, ബോൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് മാച്ച് മുംബൈ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. ശരിക്കും നമ്മുടെ ആസ് പെർ റൂള് നമ്മളുടെ പ്ലേയിങ് കണ്ടീഷൻ അതുപോലെ തന്നെ പ്രീ മാച്ച് മീറ്റിങ്ങിൻ്റെ ഇത് പ്രകാരം ബോൾ കയ്യിലേക്ക് തന്നെ പാസ് ചെയ്യണമെന്നുണ്ട്. കാരണം ബോളിൻ്റെ ഷൈനിങ് പോകാതിരിക്കാനും ബോൾ ഹോൾഡ് ആവാതിരിക്കാനും നമ്മൾ പറയും. അപ്പോൾ അത് ഞാൻ ഓൺ ഫീൽഡ് അമ്പയർ 2-3 പ്രാവശ്യം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പോയിട്ട് ഹാർദിക്കിൻ്റെ അടുത്ത് സംസാരിച്ചു. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അതിന് റിയാക്ട് ചെയ്തത്. ബാക്കി എല്ലാ പ്ലേയേഴ്സിൻ്റെ അടുത്തും ചീത്ത പറയുകയും അവരുടെ അടുത്ത് നല്ല രീതിയിൽ ഇത് കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറയുകയും നിങ്ങൾ ശ്രദ്ധിച്ച് കളക്ട് ചെയ്യണം എന്ന് പറയുകയും ചെയ്യും. 2-3 പ്രാവശ്യം അത് പറയേണ്ടി വന്നു. കാരണം പ്ലേയേഴ്സ് ഹാർദിക് മാത്രമല്ലല്ലോ കളിക്കുന്നത്, ബാക്കിയുള്ള പ്ലേയേഴ്സും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ് കളിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചില സമയത്ത് അറിയാതെ പോകുന്നുണ്ടായിരുന്നു, ചില സമയത്ത് നമ്മളുടെ ഒരു തോന്നലിൽ അവർ ഇന്റൻഷനലി ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഫീലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഹാർദിക്കായിട്ട് സംസാരിച്ചപ്പോൾ ഹാർദിക് നല്ല രീതിയിൽ അത് ഡീൽ ചെയ്തു. എനിക്ക് ഹാർദിക്കിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് മാച്ച് റഫറി അതുപോലെ തന്നെ ബാക്കിയുള്ളവരും പറഞ്ഞു.
അതുപോലെ ഹാർദിക് ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ടൈം ഔട്ട് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജി ടൈം ഔട്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഹാർദിക് ഇങ്ങനെ ബാറ്റ് കറക്കി നിൽക്കണ വെറുതെ ഒന്ന് കറക്കാൻ ശ്രമിച്ചപ്പോൾ ബാറ്റ് താഴെ വീണ് സ്റ്റംപ്സ് ബെയിൽസ് ഒക്കെ വീണു. അപ്പൊ ഞാനാണ് സ്ട്രോക്ക് ഹയറിലേക്കിൽ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞാനത് ക്ലിയർ ചെയ്യാൻ പോയപ്പോൾ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെറുതെ സമയം കളയാൻ വേണ്ടി ചെയ്താ, തമാശക്ക് പറയുന്നതാ. അപ്പൊ ഞാൻ തമാശക്ക് തിരിച്ചു പറയാം, എന്ന് വെച്ചാൽ സമയം കളയണതിന് ഞങ്ങൾ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം എന്ന് പറയും. അയ്യോ അത് വേണ്ട, ഞാൻ തമാശക്ക് പറയാം. അങ്ങനെ ഒരു തമാശ നടന്ന സംഭാഷണങ്ങൾ അവിടെ നടന്നു. അത് ടി വിയിൽ ക്ലിയർ. അപ്പൊ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, എന്താണ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു. ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിരിക്കുന്നത്. വളരെ നല്ലൊരു ക്യാപ്റ്റനാണ്, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. അതൊരു നല്ലൊരു മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. എല്ലാവരും പറയുന്നത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള, ഭയങ്കര ഇതായിട്ടുള്ള ഒരാളായിട്ട്. അഗ്രസീവ് ആണ് കളിയിൽ, പക്ഷെ ബാക്കി എല്ലാവരുടെ അടുത്തും ഡീൽ ചെയ്യുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ്. പ്ലേയേഴ്സിന്റെ അടുത്താണെങ്കിലും അത് അമ്പയേഴ്സിന്റെ അടുത്താണെങ്കിലും എനിക്ക് ആ മാച്ചിൽ അതാണ് ഫീൽ ചെയ്തത്. ഓക്കെ, ഞാൻ ഇതിന്റെ ഹാർദിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സെൻസേഷൻ എന്ന് പറയുന്നത് വൈഭവാണ്. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു പ്ലെയർ. 15ാമത്തെ വയസ്സ്, നമ്മൾ നേരത്തെ ആ 18ന്റെ കഥ പറഞ്ഞതുപോലെ 15ാമത്തെ വയസ്സിൽ അയാൾ കാണിക്കുന്ന മാജിക് എന്ന് പറയുന്നത് എന്താ പറയാ, കമ്പാരിസൺ ഇല്ലാത്ത പെർഫോമൻസ് ആണ്. 5ാമത്തെ വയസ്സിൽ സച്ചിനേക്കാളും മുന്നേ ടീമിൽ വരിക എന്നൊക്കെ പറയുന്നതും അദ്ദേഹത്തിന്റെ കളി നോക്കി കണ്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാ ആസ് ആൻ പ്രൊഫഷണൽ നിങ്ങൾ വിലയിരുത്തുന്നത്? ഞാൻ IPL അല്ല അദ്ദേഹത്തിനെ കാണുന്നത്. വൈഭവിനെ കാണുന്നത് ഞാനൊരു 3 കൊല്ലം മുന്നേ രഞ്ജി ട്രോഫി മാച്ച് കളിക്കുമ്പോഴാണ്. ഞാൻ 2ാമത്തെ മാച്ചാണ് രഞ്ജി ട്രോഫി അവൻ കളിക്കുന്നത്. 15 വയസ്സായ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. കുട്ടിയാണ്, പക്ഷെ പുള്ളി എക്സ്പെക്ട് പറയണോ ഒരു പ്ലെയർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ കേൾക്കുമ്പോ അവനൊരു ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം കേൾക്കുമ്പോ. അപ്പോ അവൻ 12 വയസ്സിൽ 12 കഴിഞ്ഞ് 12ാമത്തെ വയസ്സിൽ അപ്പൊ വലിയ ന്യൂസൊക്കെ വന്നിട്ട് ഞാൻ അമ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ ന്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ കുട്ടീനെ കാണുന്നുണ്ടായിരുന്നു. കാരണം നമ്മളൊരു അക്കാഡമി നടത്തുന്നു, അപ്പൊ അക്കാഡമിയിലത്തെ പാരന്റ്സ് പറയുന്നു ഇങ്ങനെയായിരിക്കണം കുട്ടികളെ നമ്മൾ ശരിയാക്കേണ്ടതെന്ന് പറയുന്നത്. ഒരു ചുരുക്കം കുട്ടിയാണ്. ചുരുക്കം കുട്ടി എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ വേൾഡ് മൊത്തം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള എണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ മാത്രമാണ് വൈഭവ്. അപ്പൊ നമ്മൾ അവനെ വെച്ച് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സച്ചിനെ വെച്ച് കമ്പയർ ചെയ്യണതിന് തുല്യമാണ്. സച്ചിൻ 15ാമത്തെ വയസ്സിൽ ഇന്ത്യ കളിച്ചു, അതുകൊണ്ട് എല്ലാവരും 15ാമത്തെ വയസ്സിലേക്ക് ഇന്ത്യ കളിക്കണം എന്ന് പറയുന്നത് വളരെ. അതുപോലെ തന്നെയാണ് വൈഭവ് വേറൊരു ഫോർമാറ്റിലുള്ള കളിയാണ്. അപ്പോൾ അന്ന് രഞ്ജി ട്രോഫി കളിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ആ മാച്ച് 2 ഇന്നിങ്സും പെർഫോം ചെയ്തിരുന്നില്ല. അപ്പൊ ഞാൻ മാച്ച് റെഫറി ആയിട്ട് സംസാരിച്ച് മാച്ച് റെഫറി പറയാം, ബീഹാർ അല്ലേ, അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അവനിൽ എന്തോ ഉണ്ട് എന്നുള്ളത്, ഒരു ഫയർ സ്പാർക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ 2ാമത്തെ മാച്ച് രഞ്ജി ട്രോഫി ഞാൻ പഞ്ചാബ്, ഇത് ബീഹാർ കർണാടക മാച്ചായിരുന്നു. ആ സീസണിൽ തന്നെ ഞാൻ പഞ്ചാബ് ബീഹാർ മാച്ച് ചെയ്തു. അതിലും അവന് പെർഫോം ചെയ്യും. പക്ഷെ അവനായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം അന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് സംസാരിക്കും, പരിചയവും കാര്യങ്ങളും. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു, മാച്ചിന്റെ സ്റ്റാർട്ട് ചെയ്യണ മുന്നേ സംസാരിച്ചു. പറഞ്ഞു ഏത് വയസ്സിൽ എത്ര വയസ്സിൽ കളി തുടങ്ങി. 5ാമത്തെ വയസ്സിൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു നന്നായിട്ട് കളിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് സയ്യിദ് മുസ്തഖ് അലി ട്രോഫിയിലാണ്. സയ്യിദ് മുസ്തഖ് അലി ട്രോഫിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, അവൻ പ്ലെയറോ കളിക്കില്ല എന്നല്ല, അപ്പോഴേക്കും അവൻ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി രാജസ്ഥാൻ റോയൽസിൽ ഓൾറെഡി ടീമിലുണ്ടായിരുന്നു കഴിഞ്ഞ. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ സീസണിലാണ് ഞാൻ സയ്യിദ് മുസ്തഖ്. ഏറ്റവും വലിയൊരു പ്രത്യേകത കണ്ടത് ഈഡൻ ഗാർഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയുടെ ഒരു മെയിൻ ഒരുപാട് പ്ലേയേഴ്സിനെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഇന്ത്യയുടെ ഒരു സൗരവ് ഗാംഗുലി അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈഡൻ ഗാർഡൻസ്. അവിടെ ഒരു സെക്ടർ മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ആ സെക്ടറിൽ മൊത്തം കാണികൾ. അത് മാച്ച് ബീഹാർ വേഴ്സസ് മധ്യപ്രദേശോ അങ്ങനത്തെ ഒരു മാച്ചാണ്. അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ കളിക്കുന്ന ആരും അതിൽ കളിക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ തിരക്കെന്ന് വെച്ചപ്പോൾ കുറെ പേര് വന്നവർ വൈഭവ് ഉള്ള കാരണമാണ് വൈഭവിന്റെ കളി. അപ്പൊ ഞാൻ മനസ്സിൽ ചോദിച്ചു, വൈഭവിന്റെ കളി കാണാൻ ഇത്രയധികം കാണികൾ വരും. അപ്പൊ ഒരു സെക്ടർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഓൺ ഫീൽഡ് മാച്ച് ചെയ്യുന്നത് ഫ്ലഡ് ലൈറ്റ് മാച്ചാണ്. 4:30 തുടങ്ങുക. ഫ്ലഡ് ലൈറ്റ് ആണെങ്കിൽ 4:30 മാച്ച് തുടങ്ങുക. അവിടെ ഇരുട്ടാവും ആ സമയത്ത്. അപ്പൊ അവിടെ ബഹളം കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ തുറന്ന് ഓപ്പൺ ചെയ്തു. ആ സെക്ടറും ഓപ്പൺ ചെയ്തു. കുറച്ച് ഭാഗം മാത്രം ഓപ്പൺ ചെയ്തുള്ളൂ. ഫുൾ ഭാഗം ജാം പാക്ക്ഡാണ്. അത് കഴിഞ്ഞ് ഇവൻ 40 റൺസോ 20 റൺസോ 30 റൺസോ അടിച്ച് ഇവൻ ഔട്ടായി. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കുന്നു, ഇവനെ ഔട്ടായി. കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് കേൾക്കുന്നു. കുറച്ച് നോക്കിയപ്പോൾ ഒന്നുമില്ല, ആരുമില്ല. അപ്പോഴാണ് മനസ്സിലായത് വൈഭവിന്റെ കളി കാണാൻ വന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കളി കാണുന്ന ഇവന്റെ കളി മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. നല്ല ഫാൻ ബേസ് ഉണ്ട്. അത് അവൻ ഈ IPL വളരെയധികം നല്ല രീതിയിൽ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ വൈഭവിന്റെ ഒരു പെർഫോമൻസ്? എങ്ങനെ വിലയിരുത്താം? അത്ഭുതം പറയാം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണല്ലോ. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തരുന്നതാണ് ക്രിക്കറ്റ്. 43ാമത്തെ വയസ്സിൽ കളിച്ചിട്ടുള്ള പ്രവീൺ താംബെ എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമായിരുന്നു. 43ാമത്തെ വയസ്സെല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാള് അവിടെ വന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നു.
അങ്ങനെ ഒരു അത്ഭുതം തന്നെയാണ് ഈ 15 വയസ്സിൽ പ്ലെയർ ഓഫ് ദി സീരീസ് അല്ലെങ്കിൽ ഹയർ റൺ കിട്ടാവുന്ന എല്ലാ എല്ലാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലിയുടെ പകുതി വയസ്സ് പോലും അല്ല, അതിനേക്കാളും താഴെ. ആരെ പറഞ്ഞു ധോണിയൊക്കെ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പ്രായമാണ്. അപ്പൊ ആ പ്രായത്തിലുള്ളവരുടെ ഒപ്പം കോമ്പറ്റ് ചെയ്ത് അത് ആ പ്രൈസ് നേടുക എന്ന് പറയുന്നത്, സെക്കൻഡ് സീസണിൽ പ്രൈസ് നേടുക എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത്ഭുതം എന്ന് പറയുന്നില്ല, അവൻ കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ടുമാണ്. ഓക്കെ, ഈ കോഹ്ലിയുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഒരു ഫിറ്റ്നസ് നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെയൊക്കെ ഇപ്പോഴും രണ്ടാമതും മൂന്നാമതും ഒക്കെ വരിക, ഏതാണ്ട് അയാളുടെ പ്രീമിയം കാലത്ത്, പ്രീമിയം ഞാൻ ഉദ്ദേശിച്ചത് ടോപ്പിൽ നിന്ന ടൈമിൽ എത്രയാണോ അതിനോളം അടുത്ത് വരിക എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോഴും അവരുടെ ഒരു ഫിറ്റ്നസ് എങ്ങനെയാണ് ശരിക്കും നോക്കി കാണുന്നത്? ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം ഹാർഡ് ആവുന്നു, ഈ ബോളിൻ്റെ അത്ര ഹാർഡ് ആവുന്ന മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസിന് വേണ്ടി അത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്യും. ഈ ക്രിക്കറ്റിൽ ഇപ്പോൾ അക്കാഡമിയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഫിറ്റ്നസ് വർക്ക് ചെയ്യലാണ് ഏറ്റവും ദുർഘടമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഡ്രൈ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഫിറ്റ്നസിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഡ്രൈനെസ്സിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് മാച്ച് കളിക്കുക എന്നുള്ളതാണ്. മാച്ചിൽ പെർഫോം ചെയ്യുക, ഏറ്റവും ഹാപ്പി ആവുന്ന ഒരു അവസ്ഥ ഒരു മാച്ച് കളിക്കുക എന്നുള്ളതാണ്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് നെറ്റ്സ് ചെയ്യാന്നുള്ളത്, നെറ്റ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ് ഡ്രിൽസ് ചെയ്യാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നെറ്റ്സും അല്ല, നമ്മൾ ഒരു ഷോട്ട് പർട്ടിക്കുലർ ഗ്രൗണ്ടിൽ ഒരു 300 ഷോട്ടുകളൊക്കെ കളിച്ച് ഡ്രിൽസ് ചെയ്യാൻ. അതിന് താഴെ നിൽക്കുന്നതാണ് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അത്രയും ഡ്രൈ ആണ് അത്. നല്ല ഇതോട് കൂടിയിട്ട് അതിന്റെ ഒരു പ്രത്യേകത തന്നെ, ധോണി ആണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും അവരതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നു. ഞാൻ ഇത്രയും ഫിറ്റാണ്. അപ്പം അവരുടെ ചില സമയങ്ങളൊക്കെ അവർ പ്രാക്ടീസ് സമയത്ത് ഓട്ടം, അവർ നമ്മൾ കോമ്പറ്റീഷനൊക്കെ കാണാം. എന്ന് പറഞ്ഞാൽ അവരത്രയും ഫിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അവർ സ്വയം പ്രൂവ് ചെയ്യുക. അവരുടെ ഏറ്റവും വലിയൊരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഫിറ്റ് ആണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ അമ്പയറിംഗിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത് എൻ്റെ ഫിറ്റ്നസ്സിലാണ്. ഞാൻ ഒരു 92-93 കിലോ ഉണ്ടായിരുന്നു. എൻ്റെ ഹൈറ്റ് ഉള്ള കാരണം തോന്നിയിരുന്നു. ഞാനത് 80 കിലോ ആക്കിയത് ആ ഒരു ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 2 കൊല്ലമായിട്ട് അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഫിറ്റ്നസ് ഒരു അമ്പയറിംഗിൽ ഒരു വലിയൊരു ഘടകമല്ലെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റിനെ ശരിയാക്കുന്നത്, അതായത് റിവേഴ്സ് ആക്കി ഞാൻ. നല്ല മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് നല്ല ഫിറ്റ്നസ് ഉണ്ടാവും, അതുപോലെ നല്ല ഫിറ്റ്നസ് വന്നവർക്ക് നല്ല മൈൻഡ് സെറ്റ് ഫോക്കസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ അതുകൊണ്ട് എന്ത് തൊട്ടാലും പൊന്നാവെന്ന് പറയുന്ന പോലെ അവർ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രത്തോളം ഫിറ്റ്നസ് ഉണ്ടാകുന്ന കാരണം അവരുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലാണ്. അപ്പോൾ ഒരു മാച്ചിൽ റൺ അടിക്കാനും ഏത് സിറ്റുവേഷനിൽ അവർ ഓവർകം ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. അതാണ് ഈ കോഹ്ലിയും ധോണിയിലും ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, സ്കില്ലിനേക്കാളും കൂടുതൽ. ഓക്കെ, ഈ പുതിയൊരു കാരണം വെച്ചാൽ ഒരു സൂര്യയുടെ ഒരു ക്യാപ്റ്റൻസി കഴിഞ്ഞ് പുതിയൊരു ടീമിനെ നമ്മളിപ്പം ലോഞ്ച് ചെയ്തിരിക്കുക. ശ്രേയസ് അയ്യർ ഉൾപ്പെടെയുള്ള വൈഭവ് വന്നിരിക്കുന്നു, സഞ്ജു വന്നു, അങ്ങനെ കുറച്ച് പുതിയ ആളുകൾ വന്നിരിക്കുന്നു. ഈ പുതിയ ടീമിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അടുത്ത 2 കൊല്ലത്തേക്കുള്ള ടീമായിട്ടാണോ BCCI അവരെ? എനിക്ക് തോന്നുന്നില്ല അടുത്ത 2 കൊല്ലത്തേക്കുള്ള ടീമാവുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് IPL-നൊക്കെ മുന്നേ നമുക്കറിയാം ഒരു ടീം വന്നു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലത്തേക്ക് ആ ടീം സ്ഥിരമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും അവർ പറ്റി തെളിഞ്ഞ് വരുന്ന. പക്ഷെ അന്നത്തെ ഇന്ത്യൻ ടീമിന്റെ അതേ ക്വാളിറ്റിയാണ് ഈ 10 ടീം കാഴ്ചവെക്കുന്നത്. ഈ 10 ടീമിൽ കളിക്കുന്നവരെ ആരെ മാറ്റും? സായ് സുദർശൻ. ഓരോ ടീമിലത്തെ ഓരോ 4 പ്ലേയേഴ്സിനെ നമ്മൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ 40 പ്ലേയേഴ്സായി. ഈ 40 ടീം കളിക്കുന്ന ടീം തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഇറക്കാൻ പറ്റുന്നവരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലാണ്. അത് IPL-ന്റെ വലിയൊരു ഗുണമാണ്. ഞാൻ 2020 അതുപോലെ വൺ ഡേ ടെസ്റ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. 2020 വൺ ഡേയിലേക്ക് നമുക്കൊരു 40 പ്ലേയേഴ്സിനെ കറകളങ്ങിയ പ്ലേയേഴ്സ് മാറ്റി നിർത്താൻ പറ്റില്ല. അതിൽ നിന്ന് 15 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സെലക്ടേഴ്സിന് വളരെ ദുഷ്കരമാണ്. അപ്പോൾ അവർ പഴയ ഇത് നോക്കും, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കും, കമ്പയർ ചെയ്ത് നോക്കും. ചെറിയൊരു തലനാര ഇഴയ്ക്കായിരിക്കും ഒരാൾ ഇന്നാവുന്നു, ഒരാൾ ഔട്ടാവുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ അതൊരു ഭയങ്കര ഇമോഷണലി ആയിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ അതിനെ തടിച്ച്. നമ്മുടെ മലയാളികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇമോഷണലി കാണണം എല്ലാ കാര്യങ്ങളും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇമോഷണലി ഈ ഒരു കുട്ടി, ഈ സഞ്ജുവിനെ പോലത്തെ എത്ര കുട്ടികളെ നമ്മൾ വളർത്തെടുക്കുന്നുണ്ട്, അതിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു സെലക്ഷൻ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല. സെലക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും നമ്മുടെ ഇമോഷൻസ്. ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഇപ്പോൾ പാരൻസിലും എല്ലാവരും, ഇന്ത്യയിലും കേരളത്തിൽ മാത്രമല്ല എല്ലാത്തിലും കാണുന്നത് സെലക്ഷൻ കിട്ടിയാൽ മാത്രമാണ് ഒരു അച്ചീവ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ IPL അമ്പയർ ആവുന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് തീരുമാനിക്കേണ്ടത്. ആ ക്വാളിറ്റിയിൽ എത്തിയിട്ട് ചിലപ്പോൾ നമ്മളെക്കാളും ക്വാളിറ്റി ഉള്ള ആളായിരിക്കും ചിലപ്പോൾ IPL ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അപ്പോൾ അടുത്ത ലെവലിലേക്ക് ആവാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനായിരിക്കും ഒരു പ്ലെയറും ചെയ്യേണ്ടത്. ആ ഒരു ഇമോഷണൽ ഒരു ഇതായിരിക്കണം, അവസ്ഥയായിരിക്കണം ഇവർക്ക് വേണ്ടത്.